കാപ്പിയിലേക്ക് ഇതുപോലെ തേനൊഴിച്ചാൽ ഇനി നിങ്ങൾ ചുമക്കില്ല. അതിനതേ നിസ്സാരമായിട്ട് നമ്മുടെ ഒരു ചെറുതേൻ വെച്ച് എത്ര വിട്ടുമാറാത്ത ചുമയും എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളതിനെ കാപ്പിയാണ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുമുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നല്ല അടിപൊളി ഒരു കാപ്പിപ്പൊടി, കുറച്ച് കാപ്പിപ്പൊടി കേട്ടോ, അല്ലേ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാനപ്പോൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ ഈ ഒരു പരുവത്തിലാണ്. നിങ്ങൾക്ക് പരുവത്തിനുള്ള ഒരു കാപ്പിപ്പൊടി ഇട്ടാൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കണം, തേയിലപ്പൊടിയല്ല കാപ്പിപ്പൊടി തന്നെ ഇടണേ. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഇപ്പം അത്യാവശ്യം ഒന്ന് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ തേൻ എടുക്കുമ്പം ശുദ്ധമായിട്ടുള്ള തേൻ തന്നെ ചെറുതേൻ എടുക്കാൻ ശ്രമിക്കുക. ആ തേനിൽ നിന്നും ഏകദേശം ഒരു സ്പൂണോളം അളവിൽ ഞാൻ ഈ തേൻ എടുത്തിട്ടേ നമ്മുടെ ഈ ഒരു കാപ്പിക്കകത്തേക്ക് മിക്സ് ചെയ്യാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ചൂടോട് കൂടിയിട്ട് തേനോ നമ്മളിങ്ങനെ ഒഴിക്കാൻ പോകുന്ന നാരങ്ങയോ എന്തെങ്കിലും മിക്സ് ചെയ്യാൻ പാടില്ല. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അപ്പം ഈ ഒരു നാരങ്ങ എടുത്തിട്ട് ഈ നാരങ്ങയോട് നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പിഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പറയുന്ന പനിയെ നമുക്ക് പിടിച്ചെട്ടാൻ പറ്റില്ലെങ്കിലും ഈ ചുമ നമുക്ക് നല്ല രീതിയിലുള്ള ശമനം തരും. അത് നമ്മുടെ ഈ ഒരു പാനീയം കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് കാണിക്കാം. നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു മിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരുമായ കയ്പോ കാര്യമോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇതിനിപ്പം കയ്പൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു സാധാരണ നമ്മളൊരു നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു കാപ്പി കുടിക്കുന്നിട്ടുള്ള ഫീൽ മാത്രമേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.